ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് ജീവൻ തരാൻ വേണ്ടിയാണ്, ജീവിതം തരുന്നതിന് വേണ്ടിയാണ്. ആ ജീവിതവും ജീവനും യേശുവിൻ്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മളുടെ ജീവിതം നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വീണു പോയിരുന്നവരും മരിച്ചു പോയിരുന്നവരും ആയിരുന്നത്, അല്ലെ? ആത്മാവ് മരിച്ചവരായിരുന്നു, നമ്മൾ സ്പിരിച്വലി മരിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ജീവനും ജീവിതവും യേശുവിൻ്റെതാണ്, അല്ലെ? താൻ അത് യേശുക്രിസ്തു എങ്ങനെ നമുക്ക് തന്നത്? ക്രോസ് ഓഫ് കാൽവരി നമുക്ക് വേണ്ടി പാപമായിട്ട് തീർന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള ജീവിതം യേശുവിന് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ജീവിക്കണമെന്ന് താല്പര്യമുള്ളത് അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ്, അല്ലെ? അപ്പോൾ നമ്മൾ പുതിയ ക്രിയേഷൻ ആയതുകൊണ്ട് പഴയ കാര്യങ്ങളിലും പോയി പുതിയ കാര്യങ്ങൾ വന്നു. അപ്പോൾ പുതിയ ക്രിയേഷൻ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്, ആത്മാക്കളാണ് നമ്മൾ, അല്ലെ? അപ്പോൾ സ്പിരിറ്റിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്പിരിറ്റ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആത്മാക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ ഗ്രേസ് ബേസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ. അല്ലാതെ പിന്നെയും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണു പോകുക തന്നെ ചെയ്യും. നമ്മളെ വീഴിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് തള്ളി താഴെ ഇടണമെന്നും ഒക്കെ വിചാരിച്ച് നടക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അത് എങ്ങനെ പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് പിശാചിന്റെ ഏജൻസ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ഗ്രേസിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം, ദൈവത്തിന്റെ കൃപയിൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതം. എല്ലാം നമുക്ക് കൃപ വഴി കിട്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതം കൃപ മാത്രം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്ന നമുക്കൊന്ന് പ്രാർത്ഥിച്ചാൽ സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മസ്റ്റ്. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ് മസ്റ്റ്. ഞങ്ങളെ തേടിയെത്തിയ കൃപയെ കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ഇല്ലായിരുന്നു. ഞങ്ങൾ മരിച്ച വ്യക്തികളായിരുന്നു കർത്താവേ. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ പാപം കൊണ്ട് ഞങ്ങൾ മരിച്ചിരുന്ന വ്യക്തികളായിരുന്നു കർത്താവേ. മരിച്ച വ്യക്തികൾക്ക് എന്ത് പ്രത്യേകത കർത്താവേ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നിരിക്കുക എന്നൊരു പുതിയ ജീവിതം ഞങ്ങൾക്ക് അങ്ങയിലുണ്ട്. അപ്പൊ അതനുസരിച്ച് കർത്താവ് അങ്ങയുടെ കൃപയെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അപേക്ഷിക്കുകയും താങ്ക് യു ജീസസ് മസ്റ്റ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം യേശുവിന്റെ നാമത്തിൽ. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകാം. 15ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 22 വരെ ഒന്ന് വായിക്കാം. കംപ്ലീറ്റ് ചാപ്റ്റർ വായിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് 1 തൊട്ട് 22 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദനം ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുക എന്നു സഹോദരന്മാരെ ഉപദേശിച്ചു. അപ്പോൾ നമുക്കറിയാം ഇവർ വന്നിരിക്കുന്ന ആന്റിയോക്കിലെ ചർച്ചിലേക്കാണ്. അവിടെ പോളും ബർണ്ണബാസും ഒക്കെ ടീച്ചേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. കുറെ വേറെ അധികം കുറച്ച് 2-3 പേരൂടെ ഉണ്ട്. പിന്നെ അവിടെ പ്രോഫറ്റുമാരുണ്ടായിരുന്നു. അപ്പോൾ ജെറുസലേമിൽ നിന്ന് ചർച്ചയിൽ നിന്ന് കുറെ ചില ആളുകൾ വന്നിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കിയേ, യഹൂദയിൽ നിന്ന് ചിലർ വന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ശിഷ്യന്മാര്, ഡിസൈപ്പിൾസ് വന്നു ദൈവം പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ഡിസൈപ്പിൾസ് ആണെങ്കിൽ ദൈവം അതെടുത്ത് പറയുക തന്നെ ചെയ്യും, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് ആണല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഡിസൈപ്പിൾസ്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ പറ്റി യേശു അത് ഹോളി സ്പിരിറ്റ് ഗോഡ് അത് കൃത്യമായിട്ട് പറയുക തന്നെ. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം അനനയാസും സഫറിയും, അല്ലെ? അവരെ പറ്റി ഒരിക്കൽ പോലും അവര് ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. certain man എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു അനനിയാസ് ഉണ്ടായിരുന്നല്ലോ. പോള് ഡമാസ്കസിലേക്ക് യേശുവിൽ വിശ്വസിക്കുന്ന സെയിൻസിനെ കൊല്ലുന്നതിന് വേണ്ടി അവരെ പിടിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് വരുന്നതിന് വേണ്ടി എന്താ പറയുക, ഹൈപ്രീസ്റ്റിന്റെ കയ്യിൽ നിന്നൊക്കെ ലെറ്ററും ഒക്കെ ആയിട്ട് ഡമാസ്കസിലേക്ക് പോകുമ്പം യേശു ഒരു എൻകൗണ്ടർ കൊടുക്കുന്നു, വീണു പോകുന്നു പോള്, അല്ലെ? കണ്ണ് കാണാതെ ഇരിക്കുന്ന പോളിനെ, അന്ന് സോളായിരുന്നു പോളിനെ, അല്ലെ? ഒരു വീട്ടിലാകുന്നു. അപ്പൊ അവിടെ ദൈവം എന്താ പറയുക,
അനനിയാസ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യനും ഡിസൈപ്പിളിനും ഉണ്ട്. നമ്മുടെ ഡിസൈപ്പിൾ എന്നൊരു വേർഡ് ഉണ്ട്. അപ്പൊ ഒരു ഡിസൈപ്പിൾ ആണ് എന്ന് വെച്ചാൽ യേശുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, യേശുവിനെ ഫോളോ ചെയ്യും അല്ലെ, തന്റെ ജീവിതത്തെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പോ അത് ഡിസൈപ്പിൾ ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിലർ വന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോ ചർച്ചിന്റെ അകത്ത് ചിലരും ഉണ്ട്, ഡിസൈപ്പിൾസും ഉണ്ട് ചുരുക്കം അല്ലെ. ശിഷ്യന്മാരും ഉണ്ട്, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഉണ്ട്, വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, നമ്മള് ചർച്ചിലുള്ള എല്ലാ ആൾക്കാരും ഒന്നും യേശുവിന് വിശ്വസിക്കുന്നവരും യേശുവിന്റെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് നിൽക്കുന്നവരും യേശുവിലായിരിക്കുന്ന വ്യക്തികളൊന്നും അല്ല എന്ന് ചുരുക്കി. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, എന്ന ആൾക്കാരുണ്ട് തന്നെ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളോട് ഒന്നാമത്തെ യോഹന്നാന്റെ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, ഓരോരുത്തരുടെ ഉള്ളിലെ ആത്മാവ് അത് ഏതാന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലെ. നമ്മൾ ഡിസൈൻ ചെയ്യണം അല്ലെ, സ്പിരിറ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം. എല്ലാവരും മറ്റും യേശുവിലുള്ള വ്യക്തികളൊന്നും അല്ല എന്ന് ചുരുക്കം. ഇനിയിപ്പോ ഒന്നാമത്തെ വാക്കോട്ട് ഒന്നുകൂടെ വായിക്കുക. യഹൂദയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദനം ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഹോദരന്മാരുടെ ഉപദേശം. അപ്പൊ ഇവര് ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ചർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അല്ലെ, പറഞ്ഞ് പിന്നെയും ബന്ധനത്തിലാക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ അവർ എന്നാ പറഞ്ഞിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ, സാൽവേഷന് വേണ്ടി നിങ്ങൾ ആദ്യം ജൂതന്മാരാകണം. ആദ്യം ജൂതന്മാരായതിനു ശേഷം നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾക്ക് രക്ഷ കിട്ടും. അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പഴയ ലോ എന്താ പറയുന്നത്, പഴയ ലോ എന്നൊക്കെ പറഞ്ഞാല് മോസസ് വഴി കൊടുത്തിരുന്ന ലോ, അതെല്ലാം ദൈവം കൊടുത്തിരുന്നത് പുതിയതായിട്ട് വീണ്ടും ജനിച്ച വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന കാര്യമല്ല അല്ലെ. പഴയ വ്യക്തിക്ക്, ആ നമ്മുടെ ജഡത്തിന്റെ പ്രകാരമായിട്ട് ജീവിച്ച വ്യക്തിക്ക് കൊടുത്തിരുന്ന കാര്യമാണ് ആ പഴയ ലോയും പഴയ ന്യായപ്രമാണവും ഒക്കെ അല്ലെ. അപ്പൊ ആ പഴയ വ്യക്തി അല്ലെ, നമ്മളായിരുന്ന ആ പഴയ ആ വ്യക്തികൾക്കാണ് തങ്ങള് പാപികളാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമുള്ളത്. ഇന്ന് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളാണ്, നമ്മൾ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മളോട് തന്നെ യേശു 3-ാമത്തെ ചാപ്റ്റർ ജോണിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മള് വെള്ളത്തിലോ ആത്മാവിനാൽ ജനിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് കിങ്ഡം ഓഫ് ഗോഡിലേക്ക് നമുക്ക് പ്രവേശനം പോലും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ആത്മാവിനാൽ ജനിക്കപ്പെട്ടതല്ല, എന്താ പറയുന്നത്, ആത്മാവിനാൽ ജനിക്കപ്പെട്ടതല്ല ആത്മാക്കളാണ് അല്ലെ. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആൾക്കാർക്ക് ദൈവത്തിന്റെ രാജ്യം കാണാൻ പോലും പറ്റത്തില്ല. നമ്മളിന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് പാട്ടാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾക്ക് പഴയ നിയമവും കാര്യങ്ങളൊന്നും, നമുക്ക് ന്യായപ്രമാണവും നമുക്ക് ബാധകമേ അല്ല. യേശുക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം. യേശുക്രിസ്തു എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു, നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, ചിലർ വന്നിരിക്കുക, ചിലർ വന്നു, യഹൂദയിൽ നിന്ന് ചിലർ വന്നിരിക്കുന്നു. വന്നിട്ട് പിന്നെ ഇവരോട് പഴയ ന്യായപ്രമാണത്തിന്റെ കീഴിലാകാനും ജൂതന്മാരാകാനും ഒക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെ. അപ്പോ ചിലരുണ്ട് ചർച്ചിന്റെ ഉള്ളിൽ അല്ലെ, മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, മനുഷ്യരെ പിന്നെയും എന്താ പറയാ ബോണ്ടേജുകളിൽ ചങ്ങലയ്ക്ക് ഇടുന്നതിന് വേണ്ടി, സ്ലേവുകളാക്കി വെക്കുന്നതിന് വേണ്ടി പലരും ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. ഇനി രണ്ടാമത്തെ വാക്കോട്ട് പറയാം, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരും മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അപ്പൊ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്ക്കയിലും ഫൊയിനിക്യയിലും യെരുശലേമിലും ശമര്യയിലും കൂടി കടന്നു ജാതികളുടെ മനസ്സാന്തര വിവരം അറിയിച്ചു സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയതാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്നു ചെയ്തൊക്കെ അവർ അറിയിച്ചു. അപ്പൊ അന്ന് അപ്പോസ്റ്റൽ പോൾ ഒരു അപ്പോസ്റ്റലനായിട്ടില്ല, ടീച്ചറായിരുന്നു അല്ലെ. അപ്പോ ഒരു കാര്യം പറയട്ടെ, അന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് പൗലോസിനെയും ബർന്നബാസിനെയും കൂടെ അവരുടെ ആദ്യത്തെ മിഷണറി വർക്കിനായിട്ട് വിടുന്നു അല്ലെ. അപ്പൊ 13-ാമത്തെ ചാപ്റ്റർ അപ്പോസ്തല പ്രവൃത്തി 13-14 വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇവര് അവരുടെ ഫസ്റ്റ് മിഷണറി ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടെ മിഷണറി ട്രിപ്പിൽ വെച്ച് ദൈവം
ചെയ്ത മഹത്തായിട്ടുള്ള കാര്യങ്ങളെ പറ്റി, ദൈവത്തിന്റെ ഗ്ലോറി റിവീൽ ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നതും അഭിഷേകം കൊണ്ട് നിറച്ചു അല്ല കാര്യങ്ങളെല്ലാം അവർ കണ്ടതാണ്. ദൈവം ഹീൽ ചെയ്തതും ഒക്കെ അവർ കണ്ടതാണ്. അപ്പൊ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെ, അവർക്കൊരു അവര് മറ്റുള്ള മനുഷ്യരെ പോലെയല്ല, അവര് കണ്ടു ദൈവം ചെയ്ത ഒരുപാട് പ്രവർത്തികൾ, അവർ വഴി ചെയ്ത ഈ ജെന്റൈൽസിന്റെ ഇടയ്ക്ക്, ജാതികളുടെ ഇടയിൽ ചെയ്ത പ്രവർത്തികൾ അവർ കണ്ടു, അവർ എക്സ്പീരിയൻസ് ചെയ്തു. അവർക്കൊരു പേഴ്സണൽ റെവലേഷൻ ഉണ്ടായി, അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ദൈവമായിട്ട്. ഒരു ലെവൽ ഡിഫറൻ്റാ മറ്റുള്ള ആൾക്കാരെക്കാളും. അപ്പൊ അതുകൊണ്ടാണ് പോളും ബർണ്ണബാസും ഈ യഹൂദയിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നത് അത് ചെവിക്കൊള്ളാനും അത് അംഗീകരിക്കാനും അവർക്ക് താല്പര്യമില്ലാതിരുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ദൈവത്തിന്റെ വർക്കിനെ പറ്റി അവർക്കറിയാം. കാരണം അവർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ദൈവത്തിനെ പറ്റി, ദൈവവുമായിട്ട് നമുക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ ഇല്ലെങ്കിൽ, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പോൾ നമുക്കറിയാം പിശാചിനെ നമ്മൾക്ക് തോൽപ്പിക്കുമ്പോൾ നമ്മുടെ ടെസ്റ്റ് മണി എന്നാ പറഞ്ഞിരിക്കുന്നത്. ടെസ്റ്റ് മണി ദൈവത്തിന്റെ യേശുവിന്റെ ബ്ലഡും പിന്നെ നമ്മുടെ ടെസ്റ്റ് മണിയെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായേ പറ്റത്തുള്ളൂ, നമുക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ കിട്ടിയേ പറ്റത്തുള്ളൂ, നമുക്ക് റെവലേഷൻസ്, പേഴ്സണൽ ആയിട്ടുള്ള റെവലേഷൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. അപ്പൊ ഈ ജൂഡയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പോളിനെയും ബർണ്ണബാസിനെയും ഒന്നും കുലുക്കാൻ സാധിച്ചില്ല. അവർക്കറിയാം അവര് കണ്ട കാര്യം, അവര് ദൈവം മൂവ് ചെയ്യുന്ന അവര് കണ്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അന്ന് അപ്പോസ്റ്റൽ പോൾ അല്ലായിരുന്നത് കൊണ്ട്, ടീച്ചർ ആയിരുന്നത് കൊണ്ട് തന്നെ ജെറുസലേമിൽ ചെന്ന് ബാക്കിയുള്ള അപ്പോസ്റ്റലന്മാരോട് സംസാരിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവര് എന്താ പറയുക, ജെറുസലേമിലേക്ക് പോകുന്ന സഭ ആന്റിയോക്കിലെ സഭ അവരെ ജെറുസലേമിലേക്ക് വിടുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവര് ഫിയോനേഷ്യയിലും ശമരിയയിലും എല്ലാം ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചർച്ചിനോട് ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്തതിനെ പറ്റി എല്ലാം പറയുന്നു. അവർക്ക് മഹാ സന്തോഷമാവുന്നു. അവര് ജെറുസലേമിൽ ചെന്ന് അപ്പോസ്തലന്മാരെയും മൂപ്പന്മാരെയും എല്ലാം കാണുന്നു. എന്നിട്ട് ദൈവം ചെയ്ത കാര്യത്തെ പറ്റി അല്ലെ, എന്താ പറയുക, ഇവര് വഴി ദൈവം ചെയ്ത കാര്യത്തെപ്പറ്റി എല്ലാം പറയുന്നു. അവർക്കും വളരെ സന്തോഷമാകുന്നു. ഇനി 5ാമത്തെ വാക്കോട്ടെ. എന്നാൽ പരീക്ഷ പക്ഷത്തു നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ അന്ത്യോക്യ സഭയിലേക്ക് വന്നിരിക്കുന്നു. എന്താ പറയുന്നത്, പരിശോധന ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല, പരിശോധന വേണം, സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും പിന്നെ അടുത്ത പരീക്ഷ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് എന്ന് അത് തന്നെ പറയും. പരിശോധനം വേണം, പരിശോധന കഴിപ്പിക്കുകയും മോശം ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെയും ആളുകൾ അല്ലെ, ഇവിടെയും പരിശോധനം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെല്ലാം വിശ്വസിച്ചവർ എന്ന് പറയുന്നു. പക്ഷെ എത്രമാത്രം വിശ്വസിച്ചു, എന്തൊക്കെ വിശ്വസിച്ചുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. ഇവിടെ ഇനി ഈ 6ാമത്തെ വാക്കോട് വായിക്കുക. ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും ഈ മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കം ഉണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിഞ്ഞുവല്ലോ. ഹൃദയങ്ങളെ അളക്കുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും നമ്മൾ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാരും നമ്മളും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദുഃഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയിൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പൊ പീറ്ററിനറിയാം, പീറ്റർ വഴിയാണ് കൊർണേലിയസിന്റെ വീട്ടിൽ ആദ്യമായിട്ട് ജെന്റൈൽസിന്, ജാതികൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ കിട്ടുന്നു, അവർ സാൽവേഷനിലേക്ക് വരുന്നതും അല്ലെ. അപ്പൊ പീറ്റർ വഴിയാണ് ദൈവം ചെയ്തത്. അപ്പൊ പീറ്ററിനറിയാം. അപ്പൊ പീറ്ററോട് ചോദിക്കുക, ഈ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ പറയുമ്പോൾ സർക്കംസിഷൻ, പരിശോധനം എന്നൊക്കെ പറയുന്നത് അത് ഒരു നുഖമാണ് അല്ലെ. നമ്മൾക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ഒരിക്കൽ പോലും അത് വഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ന്യായപ്രമാണത്തിലേക്ക് വരുന്ന എല്ലാ കമാൻഡ്മെന്റ്സും നടത്തിയിട്ട് ഒരു വ്യക്തി പോലും ഇന്നേ വരെ എന്താ പറയാ നീതീകരിക്കപ്പെട്ട ചരിത്രമില്ല. എന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നാമത് ന്യായപ്രമാണം ദൈവം കൊടുത്തത് നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയല്ല, മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന പാപത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ആവശ്യമുണ്ട്. ദൈവം ഒരു രക്ഷകൻ
രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. അപ്പൊ രക്ഷകൻ ഇല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തിരുന്നത്, അല്ലെ? അപ്പോ ഇവിടെ ഓൾറെഡി രക്ഷകൻ വന്നു, രക്ഷകൻ വഴി രക്ഷയെപ്പറ്റി രക്ഷ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്. അപ്പൊ അങ്ങനെയാവുമ്പോൾ പിന്നെയും തിരിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ന്യായപ്രമാണത്തിൽ പോയി കഴിഞ്ഞാൽ അത് നുഖമാണ്, അല്ലെ? ഗ്രേസ്. ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കും, കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. ദൈവത്തിന്റെ ഗ്രേസ് അത് മാത്രമാണ്, നമ്മുടെ പ്രവൃത്തിയല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 12ാമത്തെ വാക്കോട്ട് പറയാം, ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു. അപ്പൊ യാക്കോബ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ സഹോദരനായിരുന്ന ആളാണ്, അല്ലാതെ ജോണിന്റെ ബ്രദറാണ് യാക്കോബ് അല്ല. അപ്പൊ യാക്കോബ് ഇങ്ങനെ പറയുവാണ്, സഹോദരന്മാരെ എന്റെ വാക്കു കേട്ടു കൊള്ളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തു കൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒന്നാകുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീടുമായി കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്നു ഇത് പൂർവ്വകാലം മുതൽ അറിഞ്ഞിരുന്ന കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ ഇവിടെ ജെയിംസ് അല്ലെ, ജെയിംസും സപ്പോർട്ട് ചെയ്യണം എന്താണ് പീറ്റർ പറഞ്ഞെന്നുള്ള കാര്യം, അല്ലെ? ഇനി 18ാമത്തെ ഇത് പൂർവ്വകാലം മുതൽ അറിഞ്ഞത് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ബത്തു തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർക്കുണ്ടല്ലോ. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണം എന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും നിർണയിച്ചു. സഹോദരന്മാർ പ്രമാണപ്പെട്ട പുരുഷന്മാരെ ബർശബാസ് എന്ന യൂദയും ശീലാസിനെയും നിയോഗിച്ചു. അപ്പോ പീറ്റർ എഴുന്നേറ്റ് ഇത് സംസാരിക്കുന്നു, എന്റെ വഴിയാണ് ദൈവം, അല്ലെ, എന്നെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവം ജെന്റാൻസിന്റെ ഇടയിലേക്ക് സാൽവേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി. ആ കാര്യം നമ്മൾ മറന്നു പോകരുതെന്ന് പറഞ്ഞപ്പോ ജെയിംസ് അല്ലെ യാക്കോബ് തന്നെ പറഞ്ഞു, ദൈവം ഓൾറെഡി കണ്ടതാണ്, അല്ലെ, എന്താ പറയുക, വീടുമായ ദാവീദിന്റെ കൂടാരം വീണ്ടും പണിയുമെന്നും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കുമെന്നും മനുഷ്യർ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ജാതി കർത്താവിനെ അന്വേഷിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ പ്ലാൻ ഓൾറെഡി പ്രോഫിറ്റുമാർ വഴി ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തിന്റെ ഗ്രേസിലാണ്. പക്ഷെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് ഇത്ര കാര്യം മാത്രമാണ്. ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾ പരസംഗം അല്ലെ എന്ന് വെച്ചാൽ സെക്ഷൽ ഇമ്മോറാലിറ്റിക്ക് പോകരുത്, രക്തം കൊണ്ടുള്ളതൊന്നും തന്നെ കഴിക്കാൻ പോകരുത്, ശ്വാസം മുട്ടിച്ചത്തന്നെ കഴിക്കാൻ പോകരുത്, പിന്നെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പോകരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ താഴേക്ക് വരുമ്പോ ഇവര് ലെറ്റർ എഴുതി കൊടുത്തു. അപ്പൊ അതില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇവരുടെ കയ്യില് ലെറ്റർ അല്ലെ എഴുതി കൊടുത്തു വിടുന്നു. അപ്പോ ഇങ്ങനെ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ കൽപ്പന കൊടുക്കാച്ചാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകൾ പ്രേരിപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരെ നമ്മുടെ പ്രിയ ബർന്നബാസിനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യഹൂദിയെയും ശിലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയാൽ ഇത് തന്നെ അയക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചതും പ്രസംഗം എന്നിവ വർജിക്കുന്നത് അത്യാവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്ന് നിങ്ങളുടെ മേൽ ചുമത്തതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ ഇവര് പറയുന്ന ഇവരുടെ അഭിപ്രായം അല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായമാണ്. എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ദൈവത്തിന്റെ കൃപയിൽ മാത്രം
മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണമെന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷൽ ഇമ്മോറാലിറ്റിക്ക് പോകരുത്, അല്ലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിതമായിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ പോകരുത്, രക്തം കൊണ്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പോകരുത്, പിന്നെ എന്താണ് സ്ട്രാങ്കിൾഡ് ആയിട്ടിരിക്കുന്ന അല്ലെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുന്ന മൃഗങ്ങളുടെ ഇത് മാംസമൊന്നും കഴിക്കാൻ പോകരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നുള്ളൂ. ബാക്കി നമ്മളോട് പറയുക ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്, ഗ്രേസിൽ ആശ്രയിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും എന്ന് പറയുക. അപ്പോൾ നമ്മൾക്കൊരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കി, എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ദൈവത്തിന്റെ ഗ്രേസിൽ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ ഗ്രേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഉള്ളപ്പോൾ, അല്ലെ? ഫെയ്ത്ത് വഴിയാണ്, അല്ലെ? നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് റോമകൃത ലേഖനത്തെ 5-ാമത്തെ ചാപ്റ്റർ 1-2 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് യേശു വഴിയാണ്, നമ്മുടെ ഫെയ്ത്ത് കൊണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ആ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, ആ വിശ്വാസമാണ് യേശുക്രിസ്തു വഴി നമുക്ക് ദൈവത്തിലുള്ള ഗ്രേസിലേക്ക് നമുക്ക് ആക്സസ് തന്നിരിക്കുന്നത്. ആ ഗ്രേസിലാണ് നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം ആ ഗ്രേസ് വഴി മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഗ്രേസ് ആണ് നമ്മൾക്ക് എല്ലാം തരുന്നത്, അല്ലെ? ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല, അല്ലെ? അപ്പൊ ഇവിടെ ഈ ചർച്ചില്, ആന്റിയോക്ക് ചർച്ചില് ആളുകളെ വിട്ട് എന്താ പറയുക, ആന്റിയോക്ക് ചർച്ചിന് പിന്നെയും ബോണ്ടേജിലാക്കാൻ വേണ്ടി സൈറ്റൻ ശ്രമിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇടയിലും പല രീതിയിലും, പല രൂപത്തിലും, പല ഭാവത്തിലും ഇന്നും മനുഷ്യരെ ബോണ്ടേജിലാക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടറിനുമായിട്ട് ഇന്നും ആളുകൾ ഉണ്ട് നമ്മുടെ ചർച്ചിന്റെ ഉള്ളിൽ എന്ന് ചുരുക്കം. അപ്പോ നമ്മൾക്ക് ദൈവത്തിന്റെ ഗ്രേസിൽ നിന്ന് വീണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാല്, ഗ്രേസ് അല്ലാതെ ഒരു വർക്കും കൊണ്ടും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. ആ ഗ്രേസ് നമുക്ക് കിട്ടുന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ്, അല്ലെ? അപ്പോ വിശ്വാസം വഴി, അല്ലെ, ദൈവം നമുക്ക് തരുന്ന ഗ്രേസ്, അത് മാത്രമാണ് നമ്മളുടെ ഈ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആധാരം എന്ന് ചുരുക്കം. വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം. നമുക്കറിയാം, ഗലാത്യർക്ക് 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്, യേശുക്രിസ്തുവില് എന്താ പറയുന്നത്, 6-ാമത്തെ വാക്ക് ഗലാത്യന്റെ 5:6 പറഞ്ഞു, യേശുക്രിസ്തുവിൽ പരിച്ഛേദനമല്ല, അഗ്രചർവവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ, അല്ലെ? വിശ്വാസം, അത് മാത്രമാണ് കാര്യം. നമ്മൾക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, ഗ്രേസ് ദൈവം തരിക തന്നെ ചെയ്യും, നമുക്ക് കൃപ തരും. അപ്പൊ ദൈവത്തിന്റെ കൃപ ഒന്നും മാത്രമാണ് നമ്മൾ നിർത്തുന്നത്, ദൈവത്തിന്റെ കൃപ ഒന്നും മാത്രമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, ദൈവത്തിന്റെ കൃപ ഒന്നും മാത്രമാണ് നമ്മൾ ഇനിയും മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും നമ്മളെ ജീവിപ്പിക്കാൻ പോകുന്ന, നമ്മളെ നിലനിർത്താൻ പോകുന്ന ദൈവത്തിന്റെ കൃപ ഒന്നും മാത്രമാണ്. അതും മനസ്സിലാക്കുക, ദൈവം മാത്രമാണ് കാരണം, ദൈവത്തിന്റെ കരുണ, നമ്മളോടുള്ള കരുണ മാത്രമാണ് കാര്യം, നമ്മളോടുള്ള മേഴ്സി മാത്രമാണ് കാരണം നമ്മൾ ഇന്ന് ആയിരിക്കാൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്ന കേട്ടിട്ട് പല ചർച്ചിലും പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള ഡിനോമിനേഷൻസ് ഉണ്ട്, അല്ലെ? ദൈവം ബൈബിൾ പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്താ പറയുക, റിലീജിയസ് സ്പിരിറ്റ് ചർച്ചിലേക്ക് കൊണ്ടുവരുന്നതുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ആശ്രയിച്ചാണ് നമ്മൾ വീണു പോകുക തന്നെ ചെയ്യും. ഗ്രേസിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കുക. ഗ്രേസിൽ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാര് അഹങ്കാരികളായി തീരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം, ദൈവമേ, ഇത് അങ്ങയുടെ കൃപ മാത്രമാണല്ലോ എന്റെ ജീവിതം, അല്ലെ? അങ്ങയുടെ കൃപ മാത്രം എന്റെ ജീവിതം, അല്ലാതെ ഞാൻ എൻ്റെ വർക്കിന്റെ മിടുക്ക് കാണണമോ, എൻ്റെ ക്വാളിഫിക്കേഷൻ കാണുമോ ഒന്നും എനിക്ക് ഒന്നും കിട്ടിയതല്ല. അവിടെ വിശ്വാസമുണ്ട്, ദൈവത്തോടുള്ള വിശ്വാസമുണ്ട്, ദൈവത്തോടുള്ള നന്ദിയുണ്ട്. അത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പൊ ഈ ആന്റിയോക്ക് ചർച്ചിലുള്ള ആൾക്കാരോട് തിരിച്ച് എന്താ പറയുക, ലോയിലേക്ക് പോകണമെന്ന്, ന്യായപ്രമാണത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നത്, ഗലാത്യർക്ക് ഗലേഷ്യൻ ചർച്ചിന്റെ പ്രശ്നം തന്നെയായിരുന്നു. അവരെ തിരിച്ച് ലോയിലേക്ക് പോകാൻ വേണ്ടി, അല്ലെ, ന്യായപ്രമാണത്തിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം അത് വീണ് പോകും, നമ്മളെ വീഴിക്കുന്നതിന് വേണ്ടി തന്നെ ഉള്ളതായിരിക്കും, അല്ലെ? അപ്പോ ദൈവത്തിന്റെ ഗ്രേസ്, അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകത്തില്ല, അല്ലെ? അപ്പോ അതിനെപ്പറ്റിയാണ് നമ്മള് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കും, അതൊന്നും മനസ്സിലാക്കിയ ദൈവത്തിന്റെ ഗ്രേസ് മാത്രമാണ്, ദൈവത്തിന്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളായിരിക്കുക, അല്ല വേറെ ഒന്നിനും ഒരു സ്ഥാനം ഉണ്ടാകരുത്. പലരും ഉണ്ടാകും നമ്മളെ ബോണ്ടേജിലാക്കുന്നതിന് വേണ്ടി, ഈ രീതി ചെയ്യും, ആ രീതി ചെയ്യും, വെള്ള വസ്ത്രയുടെ കമ്മലിടരുത്, മാലയിടരുത്, അങ്ങനെ പലതും പറഞ്ഞ് നടക്കാൻ പല വ്യക്തികളും ഉണ്ടായിരിക്കും. പക്ഷെ വചനം വായിക്കുക, ദൈവമായിട്ടൊരു
ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. വചനത്തിൽ മാത്രം ഊന്നിട്ടുള്ള ജീവിതം ജീവിക്കുക. അല്ലാതെ വേറെ ഒന്നിനും ഒരു സ്ഥാനവുമില്ലെന്നൊരു മനസ്സിലാക്കുക. നമ്മൾ എത്രമാത്രം നമ്മളെ ഹൃദയം എന്താ പറയുക, ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ ജീവിതം എത്രമാത്രം ദൈവത്തിന് അടിയറവ് വച്ച ജീവിതമായിരിക്കുന്നു. അത് മാത്രമാണ് കാര്യം അല്ലെ. അല്ലാതെ ബാക്കി ഒന്നിനും പുറമേ ഉള്ള ഒരു കാര്യത്തിനോ ഒന്നിനും തന്നെ ഒരു പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുക എപ്പോഴും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തകർത്ത സമയത്ത് നന്ദി പറയുന്നു. നന്ദി പിതാവ് കർത്താവ് ലോർഡ് ഫാദർ, ഞങ്ങൾക്കൊരു ജീവിതം തന്നതിനായിട്ട് നന്ദി. ഇപ്പം അങ്ങയുടെ കൃപ മാത്രമാണ് ഞങ്ങളെ തേടിയെത്തി കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. വേറെ ഒന്നിനും ഒരു കാര്യമില്ല കർത്താവ്. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയിച്ചിട്ട് മുമ്പോട്ട് പോകാനുള്ള കൃപ തന്നെ കർത്താവേ. യേശുവിന്റെ നാമത്തിലാവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇത് കേട്ടാൽ നന്ദി. ദൈവത്തെ മഹത്വം ഉണ്ടാകട്ടെ.